ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഉമ്മൽ കൊയിനിലുള്ള ഒരു സൂവിലേക്കാണ്. ദുബായിൽ നിന്നും ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ ദുബായിൽ മഴയും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷവുമായിരുന്നു. രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വെച്ചു. ഭാഗ്യത്തിന് പോയ വഴിയിൽ നല്ല അന്തരീക്ഷമായിരുന്നു. പോകുന്ന വഴിയുടെ ഇരുവശവും വളരെ മനോഹരമായ മരുഭൂമിയാണ്. ഈ സൂ സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിൽ തന്നെയാണ്. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 25 ദിർഹമാണ്. പിന്നെ കടുവയുടെയും സിംഹത്തിൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകം ചാർജുണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു ചെറിയ ലന്തമരം കണ്ടു. അതിലോ നിറച്ച് ലന്തപ്പഴം ഇങ്ങനെ പഴുത്ത് കിടക്കുമായിരുന്നു. അതാരും പറിക്കാതിരിക്കാനായിട്ട് അവർ കമ്പി വല കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂവിൽ പ്രവേശിച്ചു. ആദ്യം തന്നെ കണ്ടത് വളരെ മനോഹരമായ ഒരു പക്ഷിയാണ്. എനിക്കതിൻ്റെ പേരറിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ആൾ നല്ല പോലെ പോസ് ചെയ്ത് തന്നു. പിന്നെ കണ്ടത് ജിറാഫിനെയാണ്. ഇവർ കഴിക്കുന്ന ഇലകളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു കെട്ടിന് 5 ദിർഹമാണ് വില. ജിറാഫിൻ്റെ കൂടെ തന്നെയാണ് മാനിനെ വിട്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള പുൽമേട്ടിൽ ഒരു വലിയ ആഫ്രിക്കൻ ആനയുടെ ഒരു പ്രതിമയും കണ്ടു. അവിടെ നിന്നും കുറേ ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒട്ടകപ്പക്ഷിയുടെ അടുത്തേക്കാണ്. കുറേ ഒട്ടകപ്പക്ഷികളുണ്ടായിരുന്നു. അതിൽ ഒരു ഒട്ടകപ്പക്ഷിയെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനൊക്കെ ആയിട്ട്. ഒട്ടകപ്പക്ഷിയുടെ കൂടിനടുത്ത് തന്നെയായിരുന്നു പരുന്തിൻ്റെയും മൂങ്ങയുടെയും കാട്ടുപൂച്ചയുടെയും പിന്നെ ഏതോ ഒരു ജീവി, അതിൻ്റെ പേരും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ നല്ല വെളുത്തൊരു പാമ്പുണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഒരു കൃത്രിമ തടാകവും അതിൻ്റെ നടുവിലൊരു പാലവും. തടാകത്തിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ഗുഹയും ഉണ്ടായിരുന്നു. നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും. ഇവിടെയുള്ള തടാകത്തിൽ നിറയെ ഭംഗിയുള്ള അരയന്നങ്ങളുണ്ടായിരുന്നു. ഇതുകൂടാതെ ഇവിടെ ഒരുപാട് വർണ്ണ മത്സ്യങ്ങളുമുണ്ട്. അവിടെ കണ്ട ഗുഹയോട് ചേർന്ന് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസും ഉണ്ടായിരുന്നു. ആ ഗുഹയ്ക്കുള്ളിൽ കയറി വാട്ടർഫോൾസ് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. പിന്നെ വിവിധ തരത്തിലുള്ള പക്ഷികളെ കണ്ടു. അതിനുശേഷം നല്ല വലിപ്പമുള്ള ആമകളെ കണ്ടു. ഈ ആമകൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം എൻ്റെ അത്രയോ സൈസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയിലുകളെയാണ്. ഏതൊക്കെ തരത്തിലുള്ള മയിലുകളാണ്! ഞാൻ സാധാരണ മയിലിനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ പല കളറിലുള്ള പല തരത്തിലുള്ള മയിലുകളെ കണ്ടു.
അങ്ങനെ ഒരു കെട്ട് പുല്ലും വാങ്ങി പക്ഷികളുടെയും മൃഗങ്ങളുടെയും അടുത്തേക്ക് പോയി. നല്ല ആവേശത്തോടു കൂടെ തന്നെ അവർ ആ ഇലകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കണ്ട ഡാൽമേഷ്യൻ്റെ ഡിസൈനിലുള്ള ഒരു കുതിരയുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിനെ. ഇവിടെ പലതരത്തിലുള്ള ആടുകളും പശുക്കളും കഴുതകളും മാനുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇലകൾ കാണിച്ച് വിളിച്ചാൽ അവർ ഓടി വന്ന് കഴിക്കുകയും ചെയ്യും. ഇനി ഞാൻ പോകുന്നത് വന്യമൃഗങ്ങളുടെ ഏരിയയിലേക്കാണ്. ആദ്യം കണ്ടത് 2 കുഞ്ഞു പുലിക്കുഞ്ഞുങ്ങളെയാണ്. അതിൻ്റെ അടുത്ത കൂട്ടിൽ തന്നെ ഒരു കടുവയുമുണ്ട്. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. പിന്നെ കണ്ട ചില മൃഗങ്ങളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിന് ഡിസ്കവറി ചാനൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അടുത്ത കൂട്ടിൽ ദാ കിടക്കുന്നു കാട്ടിലെ രാജാവ്. എന്ത് പ്രൗഢിയാണ് അവൻ്റെ മുഖത്ത്. പിന്നെ ഒരു ഓപ്പൺ ഏരിയയിൽ ഒരു വെള്ള സിംഹത്തിനെ കണ്ടു. ഇതിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് പ്രത്യേകം ഫീസുണ്ട്. കടുവ തന്നെ പല കളറിലുള്ളതുണ്ട്. അതുകൂടാതെ ഒരു കുളത്തിനു ചുറ്റും നിറയെ പമ്മിക്കിടക്കുന്ന മുതലുകളെയും കണ്ടു. പിന്നെ കുറേ കുരങ്ങുകൾ, ചെറിയ മൃഗങ്ങൾ, ഫ്ലൈമിംഗോ പക്ഷികൾ എന്നിവയെയും കണ്ടു. മൊത്തത്തിൽ വളരെ കൗതുകകരമായ ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ സൂ യാത്ര. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്.
അങ്ങനെ ഞങ്ങൾ സന്ധ്യയോടുകൂടി തിരിച്ച് ദുബായിലേക്ക് മടങ്ങി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.